തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. ആ പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. പേഴ്സൺ ഓൺ യുവർ മൈൻഡ്. പേഴ്സൺ ഓൺ യുവർ മൈൻഡ്. ഓക്കെ, ഈ ഒരു ടൈം എന്ന് പറയുന്നത് മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ആ പേഴ്സൺ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ലീവ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ എടുത്തിട്ട് വരാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെട്ടത് ഓർത്തിട്ട് ഒരുപാട് ആ പേഴ്സൺ ദുഃഖിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തിയുടെ മേ ബി ജോബ് ആയിരിക്കാം, കരിയർ ആയിരിക്കാം, ബിൽഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സോ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുക. നിങ്ങളും അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യും. നിങ്ങളുടെ അടുത്തിട്ട് വരാൻ വേണ്ടി ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. ബാക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ മെമ്മറീസ് ഓർക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മൊമെൻറ്റ്സ് ഓർക്കുന്നുണ്ട്. പക്ഷേ ഒരു വ്യക്തിക്ക് ഇതിനകത്തൊന്ന് മൂവ് ഓൺ ചെയ്യും. നിങ്ങൾ മേ ബി എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഒരു വ്യക്തിയിൽ ഒരുപാട് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിടയിലെ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആ ഒരു വ്യക്തി ഒരുപാട് തളർത്തിക്കളഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഇനി വരാനായിട്ടും പേടിയാണ്. ഓക്കെ, അതുകൊണ്ട് ആ ഒരു വ്യക്തി ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെഫിനറ്റ്ലി സോ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഡെഫിനറ്റ്ലി ആ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ആ ഒരു മെമ്മറീസിൽ ആ വ്യക്തി ഇപ്പോഴും സ്റ്റക്ഡാണ്. നിങ്ങളുടെ കൂടെ ഒരു ഹാപ്പി ഫാമിലി വേണമെന്ന് ആ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ആ ഒരു വ്യക്തി ഒരുപാട് ട്രൈയും ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ആ ഒരു വ്യക്തി സ്റ്റക്ഡാണ്. എന്ത് തീരുമാനം എടുക്കണമെന്നറിയാത്ത രീതിയിൽ സ്റ്റക്കായിട്ട് തന്നെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് സ്നേഹം ഷെയർ ചെയ്യണമെന്നോ, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മേ ബി നിങ്ങൾ സ്കൂൾ ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ സ്കൂൾ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ കോളേജ് ലൈഫ് അങ്ങനെയൊക്കെ നിങ്ങൾ ലവേഴ്സ് ആയിട്ടുള്ളവരായിരിക്കാം. സോ ആ ഒരു മൊമെൻറ്റ്സ് ഒക്കെ ആ ഒരു വ്യക്തിക്ക് ഇപ്പം എല്ലാം ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. നിങ്ങൾക്കൊരു ഓഫർ തരണമെന്നൊക്കെ ആ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സോ മേ ബി ഒരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ മേ ബി ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വരാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, അതും പറയാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തന്നെ അറിയാം ആ ഒരു എങ്ങനത്തെ വ്യക്തിയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. സോ അതൊന്ന് കെയർ ചെയ്യണം. അത് അറിഞ്ഞതിന് ശേഷം മാത്രമേ എടുത്ത് ചാടാവുള്ളൂ നിങ്ങൾ. ഓക്കെ, അൺഹെൽത്തി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ വീണ്ടും അവരുടെ പുറകെ പോകരുത്. നിങ്ങൾക്ക് തന്നെ അറിയാം എന്ത് സിറ്റുവേഷനാണ്, എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെ. സോ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ എന്ത് ഡിസിഷൻ എടുത്താലും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. സോ ഡെഫിനറ്റ്ലി ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസസ് ഒക്കെ ഹൈ ആണ്. യെസ്, ഡെഫിനറ്റ്ലി ഒരു കോൾ, ഒരു മെസ്സേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനുള്ള ചാൻസസ് ഒക്കെ വളരെയധികം ഹൈ ആണ്. പക്ഷേ ആ ഒരു വ്യക്തി സ്റ്റക്ഡുമാണ്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലായിരിക്കാം ആ ഒരു വ്യക്തി സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഒരു വ്യക്തിയെ വേദനിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തി സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. എന്ത് ഡിസിഷൻ എടുക്കണമെന്നുള്ളൊരു ഇതറിയാൻ വയ്യാതെ നിൽക്കുന്നത്. വളരെ കുറച്ച് ആൾക്കെങ്കിലും ഇതൊരു റെസണേറ്റ് ആവാനുള്ള ചാൻസസ് വളരെയധികം ഹൈ ആണ്. സോ ഒരു കോൾ മെസ്സേജ് ഒക്കെ വളരെ കുറച്ച് ആർക്കെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. സോ സീരീസ് വീണ്ടും ഈ സെയിം കാർഡ് തന്നെയാണ് വരുന്നത്. സോ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആൾ എങ്ങനെയുള്ള ആളാണെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. ഓക്കെ, അൺഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ സോ നിങ്ങൾ പുറകെ പോകേണ്ട കാര്യമില്ല. ആ ഒരു വ്യക്തി നിങ്ങൾ പുറകെ വന്നാൽ പോലും നിങ്ങളത് ഓർക്കേണ്ട കാര്യമില്ല, നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക. ഓക്കെ, സോ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സ്റ്റേബിളായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് വരുന്നുണ്ട്. വളരെ കുറച്ച് ആൾക്കാർ ഇത് ഒരു പുതിയ പേഴ്സൺ ആയിരിക്കാം വരുന്നത്. സെലിബ്രേഷൻസ് ഒക്കെ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു വ്യക്തി ഇപ്പം ആ ഒരു വ്യക്തിയുടെ ചിന്തകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ഒരുപാട് സെലിബ്രേഷൻസ് ഒക്കെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു വ്യക്തി. സോ വെയിറ്റ് ചെയ്യണം വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഡെഫിനറ്റ്ലി വെയിറ്റ് ചെയ്യണം.
ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഒരു വ്യക്തിക്ക്. നിങ്ങളുടെ അടുത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ഹാപ്പി മൊമെൻറ്റ്സ് ആഗ്രഹിക്കുന്നുണ്ട്. സോ പക്ഷേ ഒരു വ്യക്തിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. വളരെ കുറച്ച് ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഇതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ തന്നെയാണ്. സോ ഇതിന് വീണ്ടും ഓപ്പൺ ആക്കേണ്ട കാര്യമില്ല, അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർക്ക് ഇതൊരു ക്ലോസ്ഡ് ചാപ്റ്ററായിട്ട് തന്നെ കിടക്കുന്ന ഒരു കാര്യമാണ്. വീണ്ടും പോയി റീ ഓപ്പൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സോ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ വരും. ഈ ഒരു വീൽ നിങ്ങൾക്ക് അപ്രൈറ്റ് ആവുന്ന ടൈമിൽ, ഫേവറബിൾ ആവുന്ന ടൈമിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങൾ ഒരിക്കലും ആ ഒരു വ്യക്തിയെ ചേസ് ചെയ്യേണ്ട കാര്യമില്ല. ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുക. ഓക്കെ, ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്ത് വന്നോളൂ, നിങ്ങളായിട്ട് പോകേണ്ട കാര്യമില്ല. സോ ഇതാണ് ആ ഒരു വ്യക്തിയുടെ മൈൻഡിലെ ചിന്തകൾ. ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടെ പീരീഡിൽ കൂടെ കടന്നു പോവാണ്. സോ ഡെഫിനറ്റ്ലി വളരെ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഒരു കോൾ, മെസ്സേജ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. എല്ലാവർക്കും ഞാൻ പറയുന്നില്ല. സോ ഇത് റെസണേറ്റ് ആവില്ല എല്ലാവർക്കും, കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, പക്ഷേ ഡീൽ ചെയ്യുന്നത് ആൾക്കാരെ സൂക്ഷിച്ച് ഡീൽ ചെയ്യണം. ഓക്കെ, ദിസ് ഈസ് റിയൽ റീഡിംഗ്.